ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കോയമ്പത്തൂരിലേക്കാണ്. പ്രകൃതി രമണീയമായ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങ് ദൂരെ മേഘങ്ങളാൽ ചുറ്റപ്പെട്ട മലനിരകൾ നമുക്ക് കാണാം. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണത്. നമ്മളിൽ യാത്രയെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഇപ്പോൾ കാണില്ല. എല്ലാവർക്കും യാത്ര ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് വാഹനങ്ങളും. നമ്മുടെ ഇന്നത്തെ യാത്ര വാഹനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിലുള്ള അവിനാശി റോഡിൽ സ്ഥിതി ചെയ്യുന്ന GD കാർ മ്യൂസിയത്തിലേക്കാണ്. പ്രസിഡൻസി ടവറിന് സമീപത്തുള്ള GD നായിഡു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് GD കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ GD സയൻസ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. 125 രൂപ കാർ മ്യൂസിയത്തിലേക്കും 75 രൂപ സയൻസ് മ്യൂസിയത്തിലേക്കുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. കുട്ടികൾക്കും അതുപോലെ തന്നെ ഗ്രൂപ്പായി വരുന്നവർക്കും ഫീസിൽ വളരെയധികം ആനുകൂല്യങ്ങളുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ കാഴ്ചയാണ് ഇത്. അതിനോട് ചേർന്ന് GD നായിഡുവിൻ്റെ ഒരു മെറ്റലിൽ തീർത്ത പ്രതിമയും നമുക്ക് കാണാം. ഇനി നമ്മൾ പോകുന്നത് കാർ മ്യൂസിയത്തിലേക്കാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള കാർ പാർക്കിംഗ് ഏരിയയിലാണ് കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് സയൻസ് സെൻ്ററാണ്. അതും GD കാർ മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെയാണ്. മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിക്ക് കാറുകളിലെ സാങ്കേതിക വിദ്യയിലും രൂപമാറ്റത്തിലും ഉണ്ടായ പുരോഗതിയെപ്പറ്റിയും കഴിഞ്ഞ തലമുറയിലെ ഓട്ടോമൊബൈലിൻ്റെ പരിണാമത്തെപ്പറ്റിയും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അറിയാനും പഠിക്കാവുന്ന രീതിയിലുമാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. GD ഗോപാൽ അദ്ദേഹത്തിൻ്റെ പിതാവായ ഗോപാൽ സ്വാമി ദൊരൈസ്വാമി നായിഡുവിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത്. 2015 ഏപ്രിൽ 27-നാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. വാഹനപ്രേമിയായിരുന്ന GD നായിഡു 1920 സ്വന്തമായി വാഹന വ്യവസായ രംഗത്തേക്ക് പ്രവേശിച്ചു. യുണൈറ്റഡ് മോട്ടോർ സർവീസ് എന്ന അദ്ദേഹത്തിൻ്റെ കമ്പനി 1937 ആയപ്പോഴേക്കും രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ ഒരു വാഹന ശൃംഖല തന്നെയായി. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതി മോട്ടോർ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയായ യുണൈറ്റഡ് മോട്ടോർ സർവീസിൽ നിന്നായിരുന്നു. ഇവിടെ നമുക്കൊരു ചെറിയ തിയേറ്റർ കാണാൻ കഴിയും. അവിടെ പഴയകാല വാഹനങ്ങളുടെ പ്രദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം അവിടെ ഇരുന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വിൻറ്റേജ് കാറുകളുടെ ഒരു അത്ഭുത ലോകത്തേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. 300 രൂപയ്ക്ക് നിർമ്മിച്ച ബെൻസ് മുതൽ ഫോർഡ് കാഡ്രി വരെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 64 വാഹനങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുക. 1886 കാൾ ബെൻസ് ജർമ്മനിയിൽ ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഹൻ എന്ന പേരിൽ പേറ്റന്റ് നേടിയപ്പോൾ ആ വാഹനം ഓടിച്ചതിനുള്ള ബഹുമതി നേടിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബാർത്തയ്ക്കായിരുന്നു. കാർ മ്യൂസിയം ചൊവ്വ മുതൽ ഞായറാഴ്ച വരെയാണ് തുറക്കുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശനം. കാറുകളെ സ്നേഹിക്കുന്നവർ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മ്യൂസിയം. ഈ കാർ പകുതിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഓരോ വാഹനവും വളരെ ഭംഗിയായി തന്നെ മെയിൻ്റനൻസ് ചെയ്തിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുതുമ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. 60-ലധികം വാഹനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവയിൽ പലതും വാഹനപ്രേമിയായ GD നായിഡു സ്വന്തമായി വാങ്ങിയവയാണ്. ശേഷിക്കുന്ന ചിലതെല്ലാം സുഹൃത്തുക്കൾ സംഭാവന ചെയ്തവയുമാണ്. ഇവിടെയുള്ള ഓരോ കാറുകളുടെ ചരിത്രവും അവയുടെ സാങ്കേതിക വിദ്യയുമെല്ലാം വിശദമായി തന്നെ ഇവിടെ വിവരിച്ചു. ഈ കാണുന്ന മോട്ടോർ സൈക്കിൾ GD നായിഡു ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ വിശദ വിവരം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1896 ഹെൻറി ഫോർഡ് നിർമ്മിച്ച 4 സൈക്കിൾ വീലും 2 സിലിണ്ടർ എഞ്ചിനുമുള്ള ഈ വാഹനം ഇവിടുത്തെ ഒരു പ്രത്യേക ആകർഷണം തന്നെയാണ്. ഇതിൻ്റെ വിജയത്തോടു കൂടിയാണ് ഫോർഡ് മോട്ടോർ കമ്പനിയുടെ പിറവി ആരംഭിക്കുന്നത്. ഇവിടെ വാഹനങ്ങളുടെ എഞ്ചിനും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാനായി വെച്ചിട്ടുണ്ട്. ഇവയിൽ ചിലതെല്ലാം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗം അത്തരത്തിലുള്ള ഒന്നാണ്. ഇവയിൽ ചിലതെല്ലാം എനിക്കും
പ്രവർത്തിപ്പിക്കാനായി സാധിച്ചു. ഇവയുടെ പ്രവർത്തനം നമുക്ക് പലതും നേരിട്ട് കാണാൻ തന്നെ സാധിച്ചു. എൻജിൻ റൂമിലെ പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതാണ്. എന്നാൽ ഈ ഒരു മ്യൂസിയത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗിയർ ഇടുമ്പോൾ അതിൽ നടത്തുന്ന പ്രവർത്തനമാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് നേരിട്ട് കാണാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഗിയർ മാറ്റുമ്പോൾ അതിൻ്റെ ഫൽചക്രങ്ങൾക്കുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ പ്രവർത്തന വണ്ടിയാണ് ഈ കാണാൻ കഴിയുന്നത്. ഇത് ഫിയറ്റിൻ്റെ ഒരു കാറാണ്. ഈ ഗ്രീനും ഫിയറ്റിൻ്റെ മറ്റൊരു കാറായ സീറ്റാണ്. ഇത് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോയിൻ നിർമ്മിച്ച ഒരു ഇക്കോണമി ഫാമിലി കാറാണ്. സിട്രോയിൻ ഡയാൻ എന്നാണ് ഇതിൻ്റെ പേര്. മോട്ടറേറ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച 3 വീലുള്ള ഒരു വാഹനമാണിത്. ഈ കാണുന്നത് ഫ്രഞ്ച് നിർമ്മാതാക്കളായ പ്യൂഷോ നിർമ്മിച്ച പ്യൂഷോ 604 എന്ന ഒരു കാറാണ്. ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷനാൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഹനമാണ് സിട്രോയിൻ എക്സം. ഫ്രണ്ട് എൻജിൻ, ഫ്രണ്ട് ഡ്രൈവ്, 5 പാസഞ്ചർ, 5 ഡോർ ഹാച്ച് ബാക്ക് എന്നതാണ് സിട്രോയിൻ എക്സമിൻ്റെ പ്രത്യേകത. ഇത് ഒരു സെൽഫ് ബാലൻസിങ് സൈക്കിളാണ്. മിസ്റ്റർ ബീൻ്റെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായി കാണാറുള്ള റൈഡിംഗ് സൈക്കിളായ വെലോസോലക്സ് എന്ന സൈക്കിളാണ് ഈ കാണുന്നത്. സെഗ്വേ PT എന്നൊരു വാഹനമാണിത്. പാർക്കുകളിലും അതുപോലെ തന്നെ ഫാം ഹൗസുകളിലുമൊക്കെയാണ് ഇത് അധികമായി യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നത് ജർമ്മൻ കമ്പനിയായ ഫോക്സ്വാഗൺ നിർമ്മിച്ച ഒരു ചെറിയ കാറായ ബീറ്റിലാണ്. ഓട്ടോമോട്ടീവ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കാറുകളിൽ ഒന്നാണ് ബീറ്റിൽ. മാരുതി 800ൻ്റെ ഒരു പഴയ മോഡലാണ് ഈ കാണുന്നത്. ടൊയോട്ടയുടെ സെറ എന്ന മോഡലാണിത്. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ്വാഗണിൻ്റെ 2ാമത്തെ കാർ മോഡലാണ് കോംബി. ഒരു ചെറിയ വാണിജ്യ വാഹനമായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഈ കാണുന്നത് BMW C1 എന്നൊരു സ്കൂട്ടറാണ്. അടച്ച സ്കൂട്ടർ ആയതിനാൽ ഇതിന് മറ്റുള്ള സ്കൂട്ടറുകളെ അപേക്ഷിച്ച് സുരക്ഷാ സംവിധാനം അധികമാണ്. മെഴ്സിഡസ് ബെൻസ് നിർമ്മിച്ച ഒരു ആഡംബര കാറായ മെഴ്സിഡസ് ബെൻസ് 170S എന്ന മോഡലാണിത്. മെഴ്സിഡസ് ബെൻസിൻ്റെ W115 എന്ന മോഡലാണ് ഈ കാണുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിനുള്ളത്. 1968 ഇത് വിപണിയിൽ എത്തിയിരിക്കുന്നത്. മെഴ്സിഡസ് ബെൻസ് W115 വളരെ ഡ്യൂറബിൾ കാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് മെഴ്സിഡസ് ബെൻസിൻ്റെ SL ക്ലാസ് ഒരു കോമ്പാക്റ്റ് എക്സിക്യൂട്ട് റോഡ് സ്റ്റാറാണ്. 1996 ഇതിൻ്റെ ഉൽപ്പാദനം. 2020 വരെ ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് മെഴ്സിഡസ് ബെൻസിൻ്റെ 2 സീറ്റുള്ള ഒരു സിറ്റി കാറാണ് സ്മാർട്ട് ഫോട്ടോ. ട്രാബാൻ 601 എന്ന മോഡലാണിത്. പോർഷെ 986 എന്ന മോഡലാണ് ഇത്. ഇത് BMWൻ്റെ 528i എന്ന ഒരു മോഡലാണ്. ഈ വാഹനത്തിൻ്റെ പേരാണ് ഹാനോമാക് 1.3 ലിറ്റർ. ജർമ്മൻ നിർമ്മിതമായ ഒരു വാഹനമാണിത്. BMWൻ്റെ 5 സീരീസ് ആണ് ഈ കാണുന്നത്. 1905 സ്ഥാപിതമായ ഒരു ജർമ്മൻ കാർ ബ്രാൻഡാണ് ഹൻസ. BMW നിർമ്മിച്ച ഒരു ചെറിയ റിയർ എഞ്ചിനുള്ള കാറാണ് BMW 700. ജർമ്മനിയിൽ നിർമ്മിച്ച മറ്റൊരു കാറാണ് DKW F7 മേസ്റ്റ ക്ലാസ്. ലയോഡ് LP 250 എന്നൊരു ചെറിയ കാറാണിത്. RSM നിർമ്മിച്ച മൈക്രോ കാറുകളുടെ ഒരു പരമ്പരയായിരുന്നു മെസർഷ്മിറ്റ്. 1971 നിർമ്മിക്കപ്പെട്ട ഒരു സ്കൂട്ടർ കാറാണിത്. 1955 1969 ഇടയിൽ ബവേറിയൻ പട്ടണമായ ഡിംഗോൾഫിംഗിൽ ഹാൻസ് ഗ്ലാസ് നിർമ്മിച്ച മൈക്രോ കാറുകളുടെ ഒരു പരമ്പരയായിരുന്നു ഗോഗോ മൊബൈൽസ്. അർജന്റീന, സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ്, ബ്രസീൽ, ജർമ്മനി എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ലൈസൻസിന് കീഴിൽ നിർമ്മിച്ച
ഇറ്റാലിയൻ രൂപകൽപ്പന ചെയ്ത മൈക്രോ കാറാണ് ഇസെറ്റ. മുട്ടയുടെ ആകൃതിയും ബബിൾ ആകൃതിയിലുള്ള ജനലുകളും ഉള്ളതിനാൽ ഇതിന് ബബിൾ കാർ എന്നറിയപ്പെട്ടു. 1965 മുതൽ 1980 വരെ വിവിധ രൂപങ്ങളിൽ ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് നിർമ്മിച്ച ഒരു പൂർണ്ണ വലിപ്പമുള്ള ആഡംബര കാറാണ് റോൾസ് റോയ്സ് സിൽവർ ഷാഡോ. റോൾസ് റോയ്സിൻ്റെ മറ്റൊരു വാഹനമായ റോൾസ് റോയ്സ് 20 ഫോർഡിൻ്റെ E83W എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വാണിജ്യ വാഹനമായിരുന്നു ഫോർഡ്സൺ. ഫോർഡിൻ്റെ ഫാൾക്കൺ എന്ന കാറാണിത്. 1948 വോക്സ്ഹാൾ അവതരിപ്പിച്ച ഒരു ഇടത്തരം ഫാമിലി കാറാണ് വോക്സ്ഹാൾ വൈവോൺ. 1946 മുതൽ 1948 വരെ വോൾസ്ലി മോട്ടോഴ്സ് നിർമ്മിച്ച 4 ഡോർ ലൈറ്റ് സലൂൺ കാറാണ് വോൾസ്ലി 8. ബ്രിട്ടീഷ് മോട്ടോർ കമ്പനിയായ ഓസ്റ്റൺ മോട്ടോർ കമ്പനി 1974 നിർമ്മിച്ച കാറാണ് ഓസ്റ്റൺ ഷെർലൈൻ 125. ഓസ്റ്റിൻ മോട്ടോഴ്സിൻ്റെ മറ്റൊരു വാഹനമാണ് ഓസ്റ്റിൻ 10. ഓസ്റ്റിൻ മിനി വാൻ MK1 എന്ന ഒരു മോഡലാണിത്. ഓസ്റ്റിൻ 7 റൂബി 9031 മോഡലാണിത്. ബ്രിട്ടീഷ് കമ്പനിയായ മോറിസിൻ്റെ സീരീസ് 8 വാഹനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മോറിസിൻ്റെ മറ്റൊരു വാഹനമായ മോറിസ് ബുൾനോസ് കൗലി എന്ന മോഡലാണിത്. 9026 മോഡലാണ്. 9039 മോഡൽ സ്റ്റുഡ്ബേക്കർ ചാമ്പ്യനാണിത്. ഷെവർലെറ്റിൻ്റെ AA ക്യാപിറ്റൽ എന്ന വാഹനമാണിത്. ഷെവർലെ 1931 നിർമ്മിച്ച ഒരു അമേരിക്കൻ വാഹനമാണ് ഷെവർലെ സീരീസ് ഇൻഡിപെൻഡൻസ് എന്ന ഈ വാഹനം. ഷെവർലെ ഫ്ലീറ്റ് മാസ്റ്ററാണിത്. 9047 മോഡൽ. മുതൽ 1948 വരെയുള്ള വർഷങ്ങളിൽ ഓൾസ് മൊബൈൽ നിർമ്മിച്ച ഒരു പൂർണ്ണ വലിപ്പമുള്ള കാറാണ് സീരീസ് 60 സ്പെഷ്യൽ. ഓൾസ് മൊബൈലിൻ്റെ മറ്റൊരു വാഹനമായ ഡെൽറ്റ 88 എന്ന ഒരു മോഡലാണിത്. 1949 മുതൽ 1999 വരെയാണ് ഇതിൻ്റെ നിർമ്മാണം. USA 9058 സ്റ്റുഡ്ബേക്കർ പ്രസിഡന്റ് ക്ലാസിക് എന്നൊരു വാഹനമാണ് ഈ കാണുന്നത്. കാഡിലാക്കിൻ്റെ സെവില്ലെ STG എന്ന വാഹനമാണിത്. 1993 ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. 1997 കാലിഫോർണിയയിൽ നിർമ്മിച്ച കാഡിലാക് ഡെവിൽ ലിമൂസിനാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ ലിമൂസിനായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ ഇത് കേരളത്തിലില്ല. GD കാർ മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു മിനി ബാറുണ്ട്. ഈ കാരണത്തിലാണ് അന്ന് കേരളത്തിൽ ഇതധികം ഉപയോഗിക്കപ്പെടാൻ പറ്റാതിരുന്നതെന്ന് ഒരു ചെറിയ ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 1925 ഫ്രാൻസിൽ നിർമ്മിച്ച ഹിസ്പാനോ ലൂയിസ X6B എന്ന ഒരു വാഹനമാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ഒരു വാഹനമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയിലായി സൂക്ഷിച്ചിരുന്ന എല്ലാ വാഹനങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. താഴെ കാർ പാർക്കിംഗ് ഏരിയയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാറുകളാണ് ഇതെല്ലാം. എല്ലാം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ മെയിൻ്റനൻസ് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഇന്ത്യൻ നിർമ്മിതമായ കുറേ വാഹനങ്ങൾ കൂടിയുണ്ട്. അതും കൂടി നമുക്ക് കാണാം. ഇവിടെ മുകളിലും ഒത്തിരി വാഹനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. കാറ് മാത്രമല്ല വാനുകളും ഇവിടെ കാണാം. മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഹിസ്റ്ററി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. UMS വുഡാസിഫയർ ബസ് 1940കളിൽ മിസ്റ്റർ GD നായിഡുവിൻ്റെ ഒരു നവീകരണമായിരുന്നു ഇത്. ഷെവർലെ മോഡലാണ്. 28 മുതൽ 32 സീറ്റ് വരെയുള്ള ബസ്സാണ്.
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടും പെട്രോളിനും ഡീസലിനും വളരെ വലിയ ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ പെട്രോൾ ഒരു നിശ്ചിത അളവിൽ മാത്രമാണ് ഓരോ വാഹനങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ഇതുമൂലം ഗതാഗത വ്യവസായത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. ഇത് മറികടക്കുവാനായി GD നായിഡു കാർബറേറ്ററും ഗ്യാസിഫർ യൂണിറ്റും ഉപയോഗിച്ച് ഒരു പെട്രോൾ എഞ്ചിൻ നിർമ്മിച്ചു. ഒരു നിശ്ചിത സമയത്ത് അദ്ദേഹത്തിന് 600കളോളം ബസ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ 200-ലധികം ബസ്സുകളും ഗ്യാസ് യൂണിറ്റുകൾ വഴിയാണ് യാത്ര ചെയ്തത്. എഞ്ചിൻ ആദ്യം പെട്രോളിൽ 5-10 മിനിറ്റ് പ്രവർത്തിച്ചതിന് ശേഷം തുടർന്ന് അത് ഗ്യാസിലേക്ക് മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഈ എഞ്ചിനിൽ ഉണ്ടായിരുന്നത്. ഫോർഡ് എസ്കോർട്ട് ഫ്രീഡം 1997 മോഡലാണിത്. മോഡൽ ബെഡ്ഫോർഡ് സ്റ്റുഡിയോ വാനാണ് ഈ കാണുന്നത്. എയ്റോപ്ലെയിൻ്റെ പ്രൊപ്പല്ലർ ഗ്രൈഡ് ആണ് ഈ കാണുന്നത്. ഇന്ത്യൻ നിർമ്മിതമായ ഒത്തിരി കാറുകൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാറുകളുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് GD സയൻസ് മ്യൂസിയത്തിലേക്കാണ്. 1950-ലാണ് ശ്രീ GD നായിഡു ഈ മ്യൂസിയം സ്ഥാപിച്ചത്. ഈ മ്യൂസിയത്തിൽ ഒട്ടനവധി വസ്തുക്കൾ ഉള്ളതിനാൽ ഈ വീഡിയോയിൽ അവ വിവരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വളരെ ഉപകാരപ്രദമായ കാഴ്ചകളാണ് GD മ്യൂസിയത്തിലുള്ളത്. അതിനാൽ ഏകദേശം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും എടുത്തിട്ട് വേണം നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ 10 മിനിറ്റിലാണ് ഞാൻ എത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി ടൂറിനായി തിരഞ്ഞെടുക്കാൻ ഉചിതമായൊരിടമാണ് GD സയൻസ് മ്യൂസിയം. ഇവിടെ ചില എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു നോക്കുവാനുള്ള സൗകര്യവുമുണ്ട്. ഈ മ്യൂസിയത്തിലെ കാഴ്ചകളിൽ വളരെ വലിയ അറിവുകൾ തന്നെയാണ്. ശ്രീ GD നായിഡുവിൻ്റെ വിശ്വാസം പഠനത്തിനുള്ള ഏറ്റവും നല്ല മാർഗം ചെയ്തുകൊണ്ട് പഠിക്കുക എന്നതാണ്. ആ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിയവും അതിലെ കാഴ്ചകളും. അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രകളിലും അദ്ദേഹം പഠിക്കുകയും കാണുകയും ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം നമ്മളിലേക്ക് പകർന്നു തരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മ്യൂസിയം. ഇതുവരെ GD മ്യൂസിയം കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം. വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഇത് കണ്ടില്ലെങ്കിൽ. അത്രമാത്രം കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും കാണാനുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഉതകുന്ന തരത്തിലുള്ള വലിയൊരു കാഴ്ച തന്നെയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.